ഭുവനേശ്വരി നമഃ. നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മെയ് മാസം 1-ാം തീയതി വ്യാഴഗ്രഹം മാറുന്നു. അതിന്റെ രാശിമാറ്റത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത. ഓരോ കൂറുകാരുടെയും നക്ഷത്ര ഫലം ഭേദമാണ് പറയുന്നത്. മേടൻ രാശി, ഇടവൻ രാശിയുടെ ഫലങ്ങൾ പറഞ്ഞിരുന്നു. നമ്മുടെ വീഡിയോ ഗാലറി ചിലങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ്. അടുത്ത രാശിയായ മിഥുന കൂറുകാരുടെ ഫലമാണ്. മിഥുനക്കൂറിൽപ്പെടുന്ന നക്ഷത്രം എന്ന് പറയുന്നത് മകരത്തിന്റെ 3-4 പാദങ്ങൾ, തിരുവാതിര, പുണർദത്തിന്റെ 1, 2, 3 പാദത്തിൽപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം 2024 മെയ് മാസം 1-ാം തീയതി വ്യാഴം മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ ഒരു രാശിക്കാർക്ക് വ്യാഴം 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ്. പ്രത്യേകിച്ച് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നിവർത്തികാരകനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഈ ഒരു ഗ്രഹത്തിന്റെ മാറ്റം പ്രത്യേകിച്ച് 3, 6, 8, 12 രാശിയിലൊക്കെ തന്നെ വ്യാഴത്തിന്റെ ഭാഗം വരുന്നത് പൊതുവെ ദൈവാധീന കുറവുള്ള ഒരു സമയം തന്നെയാണ്. എങ്കിലും ഈ 12-ാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുന്നത് പൊതുവെ ദുർവ്യയങ്ങൾ ഉണ്ടാകാം, ദൂർനഷ്ടങ്ങൾ ഉണ്ടാകാം, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന, ദുർച്ചലവൊക്കെ വളരെ ഏറെ ഉണ്ടാകുന്ന, ദുർവ്യയങ്ങളൊക്കെ നഷ്ടമാകുന്ന, ഭാഗബലങ്ങളെ അംശിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ 12-ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ രാശിമാറ്റം. പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായ, പൂർവ്വ സ്വത്ത് സംബന്ധമായ, നിക്ഷേപ സംബന്ധമായ നാശങ്ങൾ സംഭവിക്കപ്പെടുക, പ്രത്യേകിച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. വലിയ ഒരു സാമ്പത്തിക നഷ്ട ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു സമയകാലയളവ് തന്നെയാണ്. അതുപോലെ സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം കരുതലോടുകൂടി പോകേണ്ട ഒരു സമയകാലയളവ് തന്നെയാണ്. പ്രത്യേകിച്ച് കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക, നിക്ഷേപത്തിന് ചില ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ചിലപ്പോൾ നിക്ഷേപിക്കുക, അതുപോലെ ഭൂമി സംബന്ധമായ ലോൺ സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള ബാധ്യതകൾ വന്നു കയറുന്ന ഒരു സമയകാലയളവ് തന്നെയാണ്. അതുപോലെ നമുക്ക് താല്പര്യമില്ലാത്ത ആളുകളുടെ, ചിലപ്പോൾ നമുക്ക് ശത്രുതായി നിൽക്കുന്ന അവസ്ഥയായിരിക്കാം, ചിലപ്പം വിരോധം ഉണ്ടായിരിക്കാം, എങ്കിൽ പോലും അവരുടെയൊക്കെ ചില സഹായങ്ങൾ, സുഹൃത്തുക്കളാവാം, ബന്ധുക്കളാവാം, ബന്ധു ഭാഗബലങ്ങളാവാം, ഇത്തരത്തിലുള്ള സഹായങ്ങൾ തേടുന്ന ഒരു സമയം കൂടിയാണ്. കാരണം നമ്മൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു കാലയളവാണെന്ന് സാരം. അത്തരത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സമയം തന്നെയാണ്. നമ്മൾ ഇഷ്ടക്കേട് ഉള്ള ആൾക്കാരിൽ പോലും നമ്മൾ സഹായം തേടേണ്ടി വരുന്ന അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ്. അതുപോലെ കള്ളത്തരത്തില്, അതുപോലെ ചതിവുകളൊക്കെ തന്നെ അകപ്പെടുക, അത്തരത്തിലുള്ള ചീത്തപ്പേരുകൾ സംഭവിക്കപ്പെടുക, കുറ്റാരോപണപരമായ, നിയമപരമായ ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടുക, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നേരിടുന്ന ഒരു സമയം തന്നെയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ, സാമുദായിക, സാംസ്കാരിക മേഖലയൊക്കെ നിൽക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ തന്നെ പൊതുവെ അപകീർത്തി ഭാഗബലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. മോശമായ പേര് സൃഷ്ടിക്കപ്പെടുന്ന, ചില ചതിവുകൾ ചെന്നകപ്പെടുന്ന കേസുകളും വഴക്കുകളും നിയമപ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് ഈ ഒരു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ തൊഴിൽ സ്ഥലത്ത്, പ്രത്യേകിച്ച് തൊഴിൽ രംഗത്തൊക്കെ തന്നെ സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടാകുക, അതുപോലെ തൊഴിൽ രംഗത്ത് വളരെയധികം അലച്ചിലുകൾ, യാത്രകളൊക്കെ കൂടുതലായി വരുന്ന ഒരു സമയകാലയളവ് തന്നെയാണ്. പ്രത്യേകിച്ച് സന്താനത്തിനെ പ്രതി ചില ആഗ്രഹിക്കുന്ന ചില ദമ്പതികൾ സന്താനം ആഗ്രഹിക്കുക, അതിലെ ഔഷധ സേവകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ചില നിരാശകളൊക്കെ ഉണ്ടാകാം, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അവിടെയൊക്കെ സാമ്പത്തിക നഷ്ടങ്ങളാണ് പൊതുവെ പറയുന്നത്. ദുർവ്യയങ്ങളും ദുർനഷ്ടങ്ങളും ഉണ്ടാകുന്നു സാരം. അതുപോലെ മാനസികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക, അതുപോലെ പാദങ്ങൾക്ക്, പേശികൾക്ക്, രക്തസംബന്ധമായിട്ടുണ്ടാകുന്ന രോഗങ്ങളൊക്കെ പിടിപെടുന്ന ഒരു കാലയളവ് തന്നെയാണ്. അതുപോലെ കുടുംബ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദാമ്പത്യപരമായ ജീവിതത്തിൽ വളരെയധികം സൂക്ഷിച്ച് വേണം സംസാരമായാലും പ്രവൃത്തിയായാലും ഒക്കെ തന്നെ. കാരണം ഒരു കലഹപ്രിയത്വം ഉണ്ടാകാം, കേസ് വഴക്കുകളൊക്കെ തന്നെ അനുഭവപ്പെടുക, ബന്ധുവിരോധങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടുക, അതുപോലെ കലാകായിക സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് ഇവർക്കൊക്കെ സ്ഥാനമാറ്റം ഉണ്ടാകാം, നിലനിൽക്കുന്ന പോസ്റ്റിൽ നിന്നൊക്കെ മാറേണ്ടി വരിക, ചില കുറ്റാരോപണ വിധേയരാകുന്നത് കൊണ്ട് ചില സ്ഥാനമാറ്റങ്ങളൊക്കെ ഉണ്ടാകുക, ചില അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുക, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ചില എഗ്രിമെന്റ് സംബന്ധമായ ചില പ്രൊജക്ടുകളൊക്കെ തന്നെ പൂർത്തീകരിക്കാൻ പറ്റാതെ വരിക, ചില ഇപ്പൊ അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ചില പ്രൊജക്ടുകൾ ഒപ്പുവെച്ച് കാണും, ചിലപ്പോൾ ആ ഒരു അവസരത്തിൽ നിന്ന് ചിലപ്പോൾ മാറേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ രോഗപീഠകളോ മറ്റ് സാമ്പത്തിക ഇടപാടുകളിലോ അല്ലെങ്കിൽ കുറ്റാരോപണ ഭാഗബലങ്ങളിലോ ഏത് തരത്തിലായാലും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ്. അതുപോലെ പ്രൊജക്ടുകളൊക്കെ തന്നെ പൂർത്തീകരിക്കപ്പെടാൻ പറ്റാതെ വരുന്ന അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരിഹാരമായി കഴിക്കേണ്ടത് നരസിംഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പ്രത്യേകിച്ച് നരസിംഹ സഹസ്രനാമാർച്ചന കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ മലനടയ്ക്ക് വഴിപാട്, മുറുക്കാനെ കരിക്കുക, കറുത്തവട്ട, ഇത്തരത്തിലുള്ള വഴിപാടുകൾ കഴിക്കുക. സർപ്പപ്പാട്ട് മുടങ്ങാതെ തന്നെ പക്ക നക്ഷത്രത്തിൽ കഴിക്കുക. വിഷ്ണുവിന് പാൽപ്പായസം, തുളസിമാല, വെണ്ണ, അതുപോലെ വിഷ്ണു വ്യാഴഗ്രഹത്തിന് ഗ്രഹശാന്തി കാര്യങ്ങൾ കഴിക്കുക. വിഷ്ണു പൂജ മാസത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മഞ്ഞ വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക, പശുക്കളെ സേവിക്കുക, അതൊക്കെ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെ. പ്രത്യേകിച്ച് ഈ 12 നിൽക്കുന്ന വ്യാഴം ദുർവ്യയങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട്
സേവാഭാഗപരമായി പറയുമ്പോൾ നമുക്ക് പശുക്കളൊക്കെ സേവിക്കുന്നത്, അവരെ പരിചരിക്കുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമായ കാര്യം തന്നെയാണ്. ദാനകർമ്മങ്ങൾ നടത്തുന്നതും വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ്. അതുപോലെ ക്രിസ്ത്യനായിട്ടുള്ള ആൾക്കാർ പുണ്യവാളന്റെ പള്ളിയിൽ ദർശനം നടത്തുക, പ്രത്യേകിച്ച് സങ്കീർത്തനം 31, 21 സങ്കീർത്തനങ്ങളൊക്കെ തന്നെ വെച്ചു പ്രാർത്ഥനയായിട്ട് കഴിക്കുക. അവിടെ കുരിശടിയിൽ 21 നാണയം, 21 മെഴുകുതിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥന കഴിക്കുക. അതുപോലെ മുസ്ലിമായിട്ടുള്ള സഹോദരന്മാർ യാസിൻ, സൂറത്ത് യാസിൻ ഭാഗം 57 ഭാഗം വായിക്കുക. അതുപോലെ തന്നെ ദാന കർമ്മങ്ങളൊക്കെ നടത്തുക. വ്യാഴാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ഒക്കെ തന്നെ പ്രാർത്ഥനാ കാര്യങ്ങൾ കൈക്കൊള്ളുക. വെള്ളിയാഴ്ച നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക. ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ ദോഷപരമായ പരിഹാരത്തിന് ഗുണഫലം ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. മറ്റു കുടുംബാംഗങ്ങളുടെ ഓരോ ദിവസവും ഓരോ രാശിക്കാരുടെ നക്ഷത്ര ഫലമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു കുടുംബാംഗങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ജ്യോതിഷത്തിന്റെ പുതിയ പാഠത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. നന്ദി, നമസ്കാരം.